ഉള്ളുപൊട്ടിയ ഉള്ളം കലങ്ങിയ വയനാടിനൊപ്പം ഒരു നാട് മുഴുവൻ, കേരളവും രാജ്യം മുഴുവൻ ആ ഒരു നാടിനെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയാണ്. സൈന്യം തന്നെയാണ് പൂർണ്ണസജ്ജമായി ഈ രക്ഷാദൗത്യത്തിന് മുൻനിരയിൽ നിൽക്കുന്നത്. സമാനതകളില്ലാത്ത ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ് സൈന്യം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം NDRF, ഫയർഫോഴ്സ്, പോലീസ്, മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെയും കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള രക്ഷാദൗത്യം, രക്ഷാപ്രവർത്തനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. ബെയിലി പാലത്തിൻ്റെ നിർമ്മാണം ഏതാണ്ട് പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഉച്ചയോടെ തന്നെ പാലം പണി പൂർണ്ണമായും പൂർത്തിയാകുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫ്രെയിമുകളൊക്കെയും സജ്ജമായി കഴിഞ്ഞു. ഇനി പ്ലാറ്റ്ഫോമുകൾ ഉറപ്പിക്കുന്ന ഒരു പണിയാണ് അടുത്ത ഘട്ടമായിട്ട് ഇനി പൂർത്തീകരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ സോണൽ കൃഷ്ണ ചേരുകയാണ് മേപ്പാടിൽ നിന്നും. സോണൽ, നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് നേരത്തെ കണ്ടു ഈ സേവാഭാരതിയുടെ സന്നദ്ധ പ്രവർത്തകർ ഈ എത്തുന്ന ഭൗതികദേഹങ്ങളെ, അന്ത്യകർമ്മങ്ങൾ, സംസ്കാര ചടങ്ങുകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിരവധി മൃതദേഹങ്ങൾ തന്നെയാണോ അവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം അവിടുത്തെ മറ്റ് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി കഴിഞ്ഞാലും ആശുപത്രികളിലെ സൗകര്യങ്ങളായി കഴിഞ്ഞാലും നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. ഒപ്പം തന്നെ സോണൽ പറഞ്ഞതുപോലെ തന്നെ 10:30 തന്നെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം ചേരും. ആദ്യം ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗമാണ് മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേരുന്നത്. പിന്നീട് ജനപ്രതിനിധികളുടെ അടക്കം യോഗം ചേരും. ആ യോഗ നടപടികളുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളും മറ്റ് വിവരങ്ങൾ കൂടി. KP, നമ്മളിപ്പോൾ നിൽക്കുന്നത് സേവാഭാരതിയുടെ ഈ കേന്ദ്രത്തിലാണ്. സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ ഇവിടെയാണ് പുരോഗമിക്കുന്നത്. ഇപ്പോൾ പ്രാന്ത സേവാ പ്രമുഖ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എങ്ങനെയാണ് നിലവിലെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്? ഇന്ന് കാലത്ത് ഒരു 7 മണിയോടുകൂടി ഒരു 60 പ്രവർത്തകർ ദുരന്ത ഭൂമിയിലേക്ക് പോയിട്ടുണ്ട്. അവിടെ റിക്കവറി ഭൂമി ഇതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബാക്കി എല്ലാ കേന്ദ്രങ്ങളിലും പ്രവർത്തനം നടക്കുന്ന ദുരിതാശ്വാസ ക്യാമ്പുകളിലും ആശുപത്രിയിലും ഒക്കെ ആയിട്ട് പ്രവർത്തകർ ബാച്ചായിട്ട് ഉള്ള ആൾക്കാരെ നിയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഈ സമയം തൊട്ട് തന്നെ കാലത്ത് അശ്വിൻ എന്ന് പറയുന്ന ഒരു 13 വയസ്സുകാരൻ്റെ ബോഡിയാണ് ഇന്നിപ്പോൾ ആദ്യം കൊണ്ടുവന്നത് സംസ്കരിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു കർമ്മം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ വളരെ കാര്യക്ഷമമായിട്ട് ക്രോഡീകരിച്ച് നടക്കുന്നുണ്ട്. ഏകദേശം 35ഓളം ഭൗതികദേഹങ്ങൾ ചടങ്ങുകൾക്ക് വെച്ചു. 35 ബോഡിയാണ് ഇതുവരെ സംസ്കരിച്ചത്. ഇന്നലെ രാത്രി ഏതാണ്ട് 12 മണി വരെ ഇവിടെ ബോഡി കൊണ്ടുവന്ന് ആ സമയം വരെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലേക്കും ഭക്ഷണം എത്തിക്കാനുള്ള കാര്യങ്ങളും ആ പ്രവർത്തനം കൂടി നടക്കുന്നുണ്ട്. 24 മണിക്കൂർ നമ്മൾ പ്രവർത്തിക്കുന്നുണ്ട് അല്ലേ? നമ്മുടെ എല്ലാ പ്രവർത്തകരും തന്നെ പോലെ 24 മണിക്കൂറും തന്നെയാണ് പ്രവർത്തിക്കുന്നത്. ബാച്ച് ആയിട്ട് വരുന്ന ആൾക്കാർ ഒരു ചെറിയ സമയമൊക്കെ വിശ്രമിക്കും. ബാക്കിയുള്ള ഒരു നേരം വെളുക്കുമ്പോൾ തന്നെ അവരെ കർമ്മരംഗത്തേക്ക് സജീവമായിട്ട് ഉണ്ട്. നമുക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗത്തു നിന്ന് ആളുകൾ എത്തിയിട്ടുണ്ടല്ലേ പ്രവർത്തനത്തിനായി? ഇപ്പോൾ പ്രത്യേകിച്ച് കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഈ കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത്. ബാക്കി ജില്ലയിൽ നിന്നും കൂടി അവർ എത്തിച്ച് തരാനുള്ള പ്രവർത്തനങ്ങൾ ഇന്ന് എത്തിച്ചേരും. കണ്ണൂരിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ഒരു 60 പേര് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കൃത്യമായിട്ടുള്ള പ്രവർത്തനം നടക്കുന്നുണ്ട്. ദൃശ്യങ്ങളിലെല്ലാം തന്നെ കൃത്യമായിട്ട് കാണാം. പലതരത്തിലും എല്ലാ രീതിയിലുള്ള സംവിധാനങ്ങളും കൊണ്ടുവന്ന് കൃത്യമായ ചിട്ടകളോട് കൂടി തന്നെയാണ് സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ പുരോഗമിക്കുന്നത്. അപ്പോൾ ഈ കാര്യങ്ങൾ, അതായത് സംസ്കാര ചടങ്ങുകളുടെ കൂടുതൽ വിശദാംശങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കും. എങ്ങനെയാണ് സംസ്കാര ചടങ്ങുകളുടെ വിശദാംശം? നമ്മുടെ ആചാരം അനുസരിച്ചുള്ള സംസ്കാരമാണ് നടത്തുന്നത്. ഇവിടെ ബോഡി വെച്ചതിന് ശേഷം കർമ്മങ്ങളൊക്കെ ചെയ്ത് അവിടെയും നമ്മുടെ ആചാരം അനുസരിച്ചുള്ള കർമ്മങ്ങളെല്ലാം ചെയ്തതിന് ശേഷം സംസ്കാരം കഴിഞ്ഞതിന് ശേഷം ചിതാഭസ്മം ബന്ധുക്കളെ എടുത്ത് ഏൽപ്പിച്ച് ബാക്കി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ ഏൽപ്പിക്കുന്ന പ്രവർത്തനമാണ്. ഒരു 500ഓളം പ്രവർത്തകന്മാർ ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട് ഇവിടെ പല മേഖലയിലായിട്ട് എത്തിച്ചേർന്നിട്ടുണ്ട്. കാര്യമായിട്ടുള്ളൊരു പ്രവർത്തനം. അത് നമ്മളെ വിളിച്ചറിയിക്കുന്ന എല്ലാ സഹായത്തിനും സേവാഭാരതി കൂടി അവിടെ എത്തുന്നുണ്ട്. അതുകൂടാതെ കണ്ടറിഞ്ഞ് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി സേവാഭാരതി ചെയ്യുന്നുണ്ട്. സജീവമാണ്. പൊതുവെ എല്ലാ പ്രവർത്തകന്മാരും 2-3 ദിവസമായിട്ട് ഉറക്കമൊഴിഞ്ഞ് പോലും പ്രവർത്തിക്കുന്ന പ്രവർത്തകന്മാർ സജീവമായി ഇവിടെയുണ്ട് ഇപ്പോഴും. ഈ ക്യാമ്പുകളിലൊക്കെ നമ്മുടെ സാന്നിധ്യം ഉണ്ടല്ലോ? ഉണ്ട്. എല്ലാ സ്ഥലങ്ങളിലും ദുരിതാശ്വാസ ക്യാമ്പിലുണ്ട്, ആശുപത്രിയിലുണ്ട്, മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ടുള്ള സ്ഥലങ്ങളിൽ ആളുണ്ട്. ഇവിടെ കൊണ്ടുവരുന്ന സമയത്ത് അത് കാര്യങ്ങൾ ചെയ്യാനുള്ള എല്ലാ സംവിധാനവും വ്യവസ്ഥാപിതമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്.
എന്തായാലും കൃത്യമായിട്ടുള്ള സംവിധാനങ്ങളോട് കൂടി എല്ലാം നടക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകളെല്ലാം തന്നെ കൃത്യമായ രീതിയിലാണ് നടക്കുന്നത് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. 500ഓളം പ്രവർത്തകർ ഇന്ന് എത്തിയിട്ടുണ്ട്. ഉറക്കമൊഴിച്ചു പോലും പ്രവർത്തിക്കുന്ന പ്രവർത്തകരാണ്. അതായത് സേവന രംഗത്ത് എന്തും മുന്നിട്ട് നിൽക്കുന്നത് സേവാഭാരതിയാണെന്ന് നമുക്ക് പ്രത്യേകം പറയേണ്ടതില്ല. കാരണം എല്ലാ തരത്തിലും കേരളത്തിൽ എവിടെയൊക്കെ ദുരന്തങ്ങൾ ഉണ്ടായിട്ടുണ്ടോ, കേരളത്തിന് പുറത്തും ഉണ്ടായിട്ടുണ്ട്, അവിടെയെല്ലാം തന്നെ സേവാഭാരതിയുടെ പ്രവർത്തകരെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. തങ്ങളുടെ കൈമയും മറന്ന് സേവനമെന്ന മനോഭാവത്തോടു കൂടി അവർ മുഴുവൻ സമയവും പ്രവർത്തിക്കുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പല ഭാഗത്ത്, അതായത് ഇന്ന് എത്തിയിട്ടുള്ളത് കണ്ണൂര്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള പ്രവർത്തകരാണ്. അവരാണ് ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നത്. 60ഓളം പേര് ഇന്ന് ദുരന്തമുഖത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ വേണ്ട സഹായങ്ങൾ ചെയ്യുന്നതിനായിട്ട് അങ്ങോട്ടേക്ക് സേനയ്ക്കൊപ്പം തന്നെ പോയിട്ടുണ്ട്. അവിടെ വേണ്ട സഹായ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഇവിടെയും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നതെന്ന് രാവിലെ ഒരു 13 വയസ്സുകാരന്റെ മരണം സ്ഥിരീകരിച്ച അദ്ദേഹത്തിന്റെ ഭൗതികദേഹമാണ് സംസ്കരിക്കുന്നത്. ബന്ധുക്കൾ എത്തിയിരുന്നു. ഇവിടെ ബന്ധുക്കൾക്ക് കാണാൻ വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയതിനു ശേഷം ചിട്ടയായ കർമ്മങ്ങളോട് കൂടി തന്നെ അദ്ദേഹത്തിന്റെ ഭൗതികദേഹം സംസ്കരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. എന്തായാലും എല്ലാ തലത്തിലും, അതായത് ആശുപത്രിയിലാകട്ടെ, അതുപോലെ തന്നെ ഇപ്പോൾ ക്യാമ്പുകളിലാവട്ടെ, ഈ സംസ്കാരം നടക്കുന്ന കേന്ദ്രത്തിലാവട്ടെ, എല്ലായിടത്തും സേവാഭാരതിയുടെ പ്രവർത്തകരുണ്ട് എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് നോക്കി കാണേണ്ടത്. KP. യെസ്.